കേരളത്തെ പ്രതിനിധീകരിച്ച അഫ്രിൻ ഫാത്തിമ കൽക്കത്തയിലെ ഇന്ത്യൻ ആർമി ഇന്റർനാഷണൽ ഫാഷൻ ഷോയിൽ പങ്കെടുത്തു. കേരളത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ആദ്യത്തെ കലാകൂട്ടായ്മയായ ടീം പൂമ്പാറ്റയിലെ 12ഓളം വരുന്ന ഭിന്നശേഷി കലാകാരന്മാരും കലാകാരികളും കൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ ആർമി നേതൃത്വം നൽകിയ നാരീശക്തി ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിന്റെ ഭാഗമായി നാഷണൽ ഫാഷൻ ഷോയുടെ ഭാഗമായി റാമ്പിൽ ചുവടുകൾ വെച്ചു. കുട്ടികളോടൊപ്പം 30ഓളം കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. വെസ്റ്റ് ബംഗാൾ ലോകഭവനിൽ പൂമ്പാറ്റ കുട്ടികൾക്ക് വിരുന്നൊരുക്കി. പൂമ്പാറ്റയുടെ ഫൗണ്ടർ ഡോക്ടർ പെപ്പിൻ ജോർജ്, കോർഡിനേറ്റർ അപർണ നാരായണൻ, രഹന അൻസാർ, സജീവൻ ചാഴൂർ, ശ്രീജ പിള്ളൈ, സുനിത വിജയകുമാർ, നന്ദകുമാർ, ഉഷ എന്നിവർ നേതൃത്വം നൽകി. ഈ സൗഭാഗ്യം നൽകിയത് ആർ ഏഞ്ചൽ റോമ മൻസൂർ മുഖേനയാണ്. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചുവന്ന അഫ്രിൻ ഫാത്തിമയും കൂട്ടരെയും കോർഡിനേറ്ററായ പെപ്പിൻ ജോർജ്, അപർണ നാരായണൻ എന്നിവരെയും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവാസി ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയും MLAയുമായ ET ടൈസൺ മാഷാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചത്. പ്രവാസി ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കിഷോർ വാഴപ്പള്ളി, പ്രവാസി തൃശൂർ ജില്ലാ സെക്രട്ടറി S. സജീവ്, പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK സുലൈമാൻ, പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രകാശൻ കരാട്ടുപറമ്പിൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നസീർ വടൂക്കര, ലാൽ കച്ചില്ലം, രാജൻ പട്ടാട്ട തുടങ്ങിയവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. അഫ്രീൻ ഫാത്തിമയ്ക്ക് ജനുവരി 25-ന് രാജസ്ഥാനിൽ വെച്ച് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അവാർഡ് കൂടി തേടിയെത്തിയിട്ടുണ്ട്. കരയാമുട്ടം വൈപ്പിപ്പാടത്ത് അൻസാർ, രഹന ദമ്പതികളുടെ മകളാണ് അഫ്രീൻ ഫാത്തിമ. ഒട്ടനവധി അവാർഡുകൾ അഫ്രീനു ലഭിച്ചിട്ടുണ്ട്.